കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ യുവതിയുടെ വിരലുകൾ മുറിച്ചു നീക്കേണ്ടി വന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിനി നീതുവിന്റെ മാതാപിതാക്കൾ സംസ്ഥാന പോലീസ് മേധാവിയെ നേരിൽ കണ്ട് പരാതി നൽകി. ചികിത്സാ പിഴവിൽ നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കുടുംബം മീഡിയ വണ്ണിനോട് പറഞ്ഞു. കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ നീതുവിന് ആരോഗ്യ പ്രശ്നമുണ്ടാകാൻ കാരണം ചികിത്സാ പിഴവെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആരോപണം. വിദഗ്ധ ചികിത്സ നൽകുന്നതിലടക്കം കോസ്മെറ്റിക് ക്ലിനിക്കിന് വീഴ്ചയുണ്ടായെന്നും കുടുംബം ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളിലടക്കം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് നീതുവിന്റെ രക്ഷിതാക്കൾ സംസ്ഥാന പോലീസ് മേധാവിയെ നേരിൽ കണ്ട് പരാതി നൽകിയത്. ക്ലിനിക്കിന്റെ മുൻകാല പ്രവർത്തനങ്ങളും രജിസ്ട്രേഷൻ നൽകിയ കാര്യങ്ങളിലും അന്വേഷണം വേണം. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നേരത്തെ പരാതി കൊടുത്തതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവിയെയും കുടുംബം സമീപിച്ചത്. ചികിത്സാ രേഖകൾ അതെല്ലാം കസ്റ്റഡിയിലെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. രണ്ടാമത് അവിടെ ഇതിന് മുമ്പേ ഒരു കൊല്ലത്തുള്ള ഒരു അമൃത രാജ് എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവിടെ മരണങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്തണമെന്ന് ആണ് ഞങ്ങൾ പരാതി പറയുന്നത്. നീതുവിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് പറയാൻ കഴിയില്ലെന്ന് അമ്മ ശ്രീകല പറഞ്ഞു. കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു. കാരണം സാധാരണ രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ചികിത്സാ രീതിയിൽ പോയിട്ട് ഇത്രയും ഗുരുതരമായ അവസ്ഥയിലെത്തിയത്. അത് ചികിത്സാ പിഴവല്ലേ? ആരോഗ്യവകുപ്പിന്റെ കീഴിൽ നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ആവശ്യപ്പെട്ടു. ക്ലിനിക്കിന്റെ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ലൈസൻസ് കിട്ടിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് ചെറിയ ദുരൂഹതകളുള്ളത്. അത് സംബന്ധിച്ചും അന്വേഷണം നടത്തിക്കൊണ്ട് തെറ്റായ രീതിയിലാണ് ഈ ക്ലിനിക്കിന് ലൈസൻസ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതും പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ നീതുവിന്റെ കൈകാലുകളിലെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു. വിശദമായ മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. മീഡിയ 1 തിരുവനന്തപുരം.